എവർഗ്രീൻ എജുസ്പോർട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എഴുതുന്ന സമയത്ത് സെൻറ്റൻസിനകത്തുള്ള ആശയങ്ങൾ, ഇമോഷൻസ് എന്നിവ വളരെ ക്ലിയറായി വായിക്കുന്നവരിലേക്ക് എത്തിക്കാൻ ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഇതിനെ വിളിക്കുന്ന പേരാണ് പങ്ക്ച്വേഷൻ. ഈ പേര് നമുക്ക് സുപരിചിതമല്ലെങ്കിലും കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് പങ്ക്ച്വേഷൻ. അപ്പോൾ ഇന്ന് ഈ സെഷനിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പങ്ക്ച്വേഷൻസിനെ പറ്റി പഠിക്കാം. ആദ്യമായി ഫുൾ സ്റ്റോപ്പ്. മലയാളത്തിൽ ഇതിനെ പൂർണ്ണവിരാമം എന്നറിയപ്പെടുന്നു. ഒരു സെൻറ്റൻസ് പൂർണ്ണമാകുമ്പോഴാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ, മൈ ബ്രദർ സെൻറ്റ് മീ എ ബർത്ത്ഡേ ഗിഫ്റ്റ്. ചില വാക്കുകൾ ചുരുക്കി എഴുതുമ്പോഴും ഇനീഷ്യൽ ചേർക്കുമ്പോഴും ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്പർ 2, കൊമ. മലയാളത്തിൽ ഇതിനെ അല്പവിരാമം എന്നറിയപ്പെടുന്നു. സെൻറ്റൻസിനിടയിൽ വരുന്ന ചെറിയ നിർത്തലുകൾക്ക് വേണ്ടിയാണ് നമ്മൾ കോമ ഉപയോഗിക്കാറുള്ളത്. അതായത് ഒരുപോലെയുള്ള 3 അതിലധികമോ ഉള്ള വാക്കുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കോമ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഏറ്റ് ആപ്പിൾസ്, ഓറഞ്ചസ് ആൻഡ് ഗ്രേപ്സ് ടുഡേ. മറ്റൊരു എക്സാമ്പിൾ, ഗാന്ധിജി ലിവ്ഡ് സിംപ്ലി, വൈസ്ലി ആൻഡ് ഓണസ്റ്റ്ലി. നമ്പർ 3, സെമികോളൻ. അർദ്ധവിരാമം എന്നാണ് മലയാളത്തിൽ ഇതിനെ പറയുന്നത്. ഒരു സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കംപ്ലീറ്റ് ആയെങ്കിലും അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആകാൻ തുടർന്ന് വരുന്ന ഭാഗം കൂടി ആവശ്യമായി വരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ സെമികോളൻ അഥവാ അർദ്ധവിരാമം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റഡീഡ് വെൽ, ആസ് എ റിസൾട്ട് ഐ പാസ്ഡ് ദി എക്സാം. നമ്പർ 4, ഇൻറ്ററോഗേഷൻ മാർക്ക്. വളരെ കോമൺ ആയി ഇതിനെ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ ചോദ്യചിഹ്നം എന്നൊക്കെ പറയാറുണ്ട്. മലയാളത്തിൽ ഇതിനെ കാഗു എന്നും പറയുന്നു. ഇത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ചോദ്യരൂപങ്ങളിലുള്ള സെൻറ്റൻസുകളുടെ അവസാനമാണ് ചോദ്യചിഹ്നം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെർ ആർ യു ഗോയിങ്. നമ്പർ 5, കോളൻ അഥവാ ഭിത്തിക. ഒരേ പ്രാധാന്യമുള്ള 2 സെൻറ്റൻസുകളുടെ നടുവിലാണ് നമ്മൾ കോളൻ ചേർക്കുന്നത്. സെക്കൻഡ് സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നു. അത്തരത്തിലുള്ള സന്ദർഭത്തിൽ നമ്മൾ കോളൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ടു ബൈ 3 things ടുഡേ, എ പെൻ, എ പെൻസിൽ ആൻഡ് എ ബുക്ക്. മറ്റൊരു എക്സാമ്പിൾ, there are 2 epics in India, രാമായണ ആൻഡ് മഹാഭാരത. നമ്പർ 6, എക്സ്ക്ലമേഷൻ മാർക്ക്. മലയാളത്തിൽ ഇതിനെ വിക്ഷേപിണി എന്ന് പറയുന്നു. വിസ്മയം, വിഷമം, ആഹ്ലാദം തുടങ്ങിയ ഭാവങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, അലാസ്, ഷട്ടപ്പ്, ഓ, ഹുറേ. നമ്പർ 7, ഇൻവേർട്ടഡ് കോമ അല്ലെങ്കിൽ കൊട്ടേഷൻ മാർക്ക്. മലയാളത്തിൽ ഇതിനെ ഉദ്ധരണി എന്ന് വിളിക്കുന്നു. ഒരാൾ പറഞ്ഞ കാര്യം അതേപടി സെൻറ്റൻസിൽ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ധരണി എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇൻവേർട്ടഡ് കോമ 2 തരമുണ്ട്. സിംഗിൾ ഇൻവേർട്ടഡ് കോമയും ഉണ്ട്, ഡബിൾ ഇൻവേർട്ടഡ് കോമയും ഉണ്ട്. ഉദാഹരണത്തിന്, ദ ടീച്ചർ സെഡ് ഐ വിൽ റീഡ് ദ ബുക്ക്. നമ്പർ 8, അപ്പോസ്ട്രോഫി. മലയാളത്തിൽ ഇതിനെ വിശ്ലേഷം എന്ന് പറയുന്നു. വേർഡ്സിൽ ചില അക്ഷരങ്ങൾ ഒമിറ്റ് ചെയ്യപ്പെട്ടു എന്ന് കാണിക്കാൻ അപ്പോസ്ട്രോഫി ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ്, ഡോണ്ട്. അതുപോലെ തന്നെ പൊസസീവ് കേസുകളിലും നമ്മൾ അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അനൂസ് പെൻ, വിനൂസ് ക്യാറ്റ്, എക്സെട്ര. നമ്പർ 9, ക്യാരറ്റ്. മലയാളത്തിൽ ഇതിനെ പാടിനി എന്ന് വിളിക്കുന്നു. ഇത് വളരെ കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണെങ്കിലും നമുക്കിതിൻ്റെ പേര് പോലും സുപരിചിതമല്ല. വിട്ടുപോയ അക്ഷരങ്ങൾ, വാക്കുകൾ എന്നിവ സൂചിപ്പിക്കാനായാണ് നമ്മൾ ക്യാരറ്റ് എന്ന ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്.
ഉദാഹരണത്തിന് ഇവിടെ മാംഗോ എന്ന് എഴുതിയപ്പോൾ എ എന്ന അക്ഷരം ഒമിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് കാണിക്കാനായി നമ്മളിവിടെ ക്യാരറ്റ് എന്ന ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു. ഫൈനലി നമ്പർ 10, ബ്രാക്കറ്റ് അഥവാ വലയം. ഒരു വേർഡ് അല്ലെങ്കിൽ സെൻറ്റൻസ് മറ്റൊരു സെൻറ്റൻസിനുള്ളിൽ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് വരാതെ ചേർക്കുന്നതിന് ബ്രാക്കറ്റ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് അരുണിമ ഇസ് ദ വിന്നർ ഓഫ് ദി കോമ്പറ്റീഷൻ ടുഡേ. ഇവിടെ അരുണിമ ക്രിക്കറ്റ് ടീമിൻ്റെ ലീഡറാണ് എന്ന് കാണിക്കാൻ ഈ സെൻറ്റൻസിൽ യാതൊരു അർത്ഥവ്യത്യാസവും വരാതെ തന്നെ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ ദ ലീഡർ ഓഫ് ദ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞ് സൂചിപ്പിക്കാവുന്നതാണ്. പങ്ക്ച്വേഷൻ മാർക്സിനെ എല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.